അമ്മയെ പോലെ അത്ര നല്ല പാചകക്കാരിയൊന്നും അല്ല കേട്ടോ. ഞാൻ തിരുവനന്തപുരമാണ് എൻ്റെ സ്ഥലം. അവിടെ ഞാൻ ജനിച്ചു വളർന്നത്. അവിടെ ധാരാളം സ്ഥലമുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് ഞങ്ങളുടെ കുടുംബം. ധാരാളം സ്ഥലമുള്ളത് കൊണ്ട് നല്ലൊരു പൂന്തോട്ടവും എല്ലാ വൃക്ഷങ്ങളും ആ വളപ്പിലുണ്ട്. അപ്പം അമ്മ ഓണക്കാലത്ത് നല്ല പൂക്കളം ഉണ്ടാക്കും. അതും ഞങ്ങളുടെ വളപ്പിലുള്ള പൂക്കൾ പറിച്ചുള്ള രാവിലെ തന്നെ അമ്മയും ഞങ്ങളും കൂടി നല്ല ഉത്സാഹത്തിൽ അത് ഇറങ്ങും. 1/2 കിലോ ശർക്കര പാനിയാണ് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ തേങ്ങാപ്പാൽ, 2ാം പാല്. 1ാം പാല് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. 2ാം പാല് ഇതിൻ്റെ കൂടെ തന്നെ നമ്മളങ്ങ് ഒഴിക്കണം. ഇത് നല്ല തീയിൽ, നല്ലോണം തീയിൽ ഇത് നന്നായിട്ടൊന്ന് ഈ വെള്ളം വറ്റി വരണം. അപ്പം ഇത് ശരിക്കും പായസത്തിൻ്റെ അത്രയും കുറുകിയിട്ടില്ല. പക്ഷെ കുറച്ച് വെള്ളം ഉള്ളപ്പോൾ തന്നെ ഈ അവലിടുകയാണ്. അതിന് അവലിൽ നല്ലോണം മധുരവും ഈ തേങ്ങാപ്പാലും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നിങ്ങൾക്കറിയാലോ, മുത്തശ്ശി ലളിതാംബികാന്തർജൻ എൻ്റെ മുത്തശ്ശിയാണെന്ന്. അപ്പോൾ രാമപുരത്ത് ചെന്ന് നിൽക്കുന്ന ചില ഓണത്തിൻ്റെ ഓർമ്മകളുണ്ട്. ഞങ്ങൾ സ്കൂളിലായിരുന്നപ്പോൾ ഞങ്ങളുടെ കുട്ടികൾ, കസിൻസ്, ഞങ്ങൾ 10-19 പേരോളം ഉണ്ട് എല്ലാവരും കൂടി. അതിലെല്ലാവരും ഇല്ലെങ്കിലും കുറച്ച് പേരെങ്കിലും ഉണ്ടാവും എല്ലാ ഓണക്കാലത്തും. അവിടുത്തെ തറവാടിൻ്റെ മുമ്പിൽ നല്ല ഒരു തോടുണ്ട്. അന്ന് തോടിൽ പാലമൊന്നും ആയിട്ടില്ല. ഒരു തെങ്ങിൻ തടിയുടെ ഒരു പാലമാണ് അന്നുള്ളത്. ഇപ്പോൾ വലിയ പാലമൊക്കെ ആയി. അപ്പോൾ അതിൽ കൂടി മുത്തശ്ശിയുടെ അടുത്തെത്താൻ തന്നെ അതിൽ കൂടി ഇരുന്ന് നിരങ്ങിയൊക്കെയാണ് ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അന്ന്. പക്ഷേ അതിനുള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാലുള്ള ഓണത്തിൻ്റെ ആ സന്തോഷം, അവിടെയും ഈ പറഞ്ഞ പോലെ ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടെ പോയി പൂവ് കൊണ്ടുവരിക, പൂക്കളം ഇടുക. പേരമ്മമാരുണ്ടാവും ആ സമയത്ത് അവിടെ. പേരമ്മമാർ നല്ല പായസം, ഉപ്പേരി, പഴം, അവിടെ തന്നെ ഉണ്ടാവുന്ന കൊലയിലെ പഴങ്ങൾ, അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴൊന്നും ആലോചിക്കാൻ പറ്റാത്ത തരം ഓണാഘോഷമായിരുന്നു അന്ന്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് കുട്ടികൾക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായിരുന്നത് തോട്ടിൽ കുളിക്കുന്നത്. അതിങ്ങനെ രാവിലെ അങ്ങോട്ട് വെള്ളത്തിൽ പോയി ചാടാൻ തുടങ്ങിയാൽ എപ്പോഴാണ് പിന്നെ കരയ്ക്ക് കയറേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ മുത്തശ്ശിയും വന്ന് വഴക്കുറയുമ്പോഴായിരിക്കും ഞങ്ങൾ കയറുന്നത്. പഴം നുറുക്കും പപ്പടവും ഒക്കെ അപ്പോഴത്തേക്കും റെഡിയായിരിക്കും. അത് കഴിക്കുക, ഇങ്ങനെ കളിച്ച് തിമിർത്ത് നടക്കുന്ന ഒരു കുട്ടിക്കാലം അത് രാമപുരം എനിക്ക് തന്നിട്ടുണ്ട്. പായസം റെഡിയായില്ലേ? ഇതാ ഇപ്പം ആവും. ഇനി ആ 1ാം പാലും കൂടെ ഒഴിച്ചാൽ മതി. അത് വാങ്ങി വെച്ചിട്ട് ഒഴിച്ചാൽ മതി. ഇപ്പം ആവും. ഇത് കണ്ടോ? ഇപ്പോൾ അവലും അത് എല്ലാം ചേർന്ന് കുറുകി ശരിക്കും കുറച്ചൊരു കറുപ്പ് നിറം കൂടുതലുണ്ട്. അത് ആ 1ാം പാൽ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ശരിയാവും. ദേ അമ്മ ഇത് ഓഫ് ചെയ്യാൻ പോവുക. നീ ഇതൊക്കെ പഠിക്കണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ പായസം ഉണ്ടാക്കണ്ടേ തനിച്ച് നീ താമസിക്കുമ്പോൾ? അപ്പോൾ ഓണത്തിന് ഉണ്ടാക്കണ്ടേ? അപ്പം ഇതിങ്ങനെ വാങ്ങി വെക്കണം. വാങ്ങി വെച്ചിട്ട് 1ാം പാൽ ഇതിനകത്തോട്ടാണ് ഒഴിക്കേണ്ടത്. ഞാൻ ഇപ്പം പായസമാവും, ഇപ്പം തരാം. 1ാം പാൽ എടുത്ത് വെച്ച്, 1ാം പാലെന്ന് പറഞ്ഞാൽ ആദ്യം തേങ്ങയിൽ നിന്ന് ആദ്യം കിട്ടുന്ന പാല് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ എടുത്ത് വെക്കുന്നത്. അതങ്ങ് ഒഴിക്കണം. വേറെ കാര്യം ചെയ്യാനുള്ളത്, ഇത് കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ചെറിയ കുറച്ച് പരിപാടികൾ കൂടിയുണ്ട്. ഇപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമ്മൾ ഇട്ടു. നമ്മളതിട്ട് ഒന്ന് ഇളക്കി, നമ്മൾ ഏലക്ക പൊടിച്ച് കുറച്ച് ഏലക്ക ഇടണം. പിന്നെ നമുക്ക് ഇടാവുന്നത് അതിൻ്റെ ഒരു ടേസ്റ്റിനാണ്. നമ്മൾ നല്ലോണം ശർക്കര ചേർത്തിട്ടുണ്ട്. പക്ഷേ ഒരു കൂടുതലായിട്ടുള്ള ഒരു സ്വാദിന് വേണ്ടിയിട്ട് കുറച്ച് കൽക്കണ്ടം പൊടിച്ച് നമ്മളിങ്ങനെ, നമ്മൾ ഇളക്കൊന്നും വേണ്ട, അങ്ങനെ അടച്ചു വയ്ക്കുമ്പോൾ അതിനകത്ത് അലിയും. പായസം റെഡി. ഇപ്പോൾ കുടിക്കാൻ പാകത്തിന്, അല്ലെങ്കിൽ ഓണസദ്യ ആണെങ്കിൽ ഇലയിൽ വിളമ്പാൻ പാകത്തിന് പായസമായിട്ടുണ്ട്.
സ്വാദുണ്ടോ? നല്ല പായസം. സാധാരണ അച്ഛൻ എത്രയും നല്ല പായസം ഉണ്ടാക്കും. ശരി കേട്ടോ, അച്ഛൻ്റെ അത്രയും നന്നാവാൻ പറ്റില്ലായിരിക്കും പായസം ഉണ്ടാക്കുന്നതിൽ. ഞാൻ എന്നാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇത്തവണ എല്ലാവരും ഓണത്തിന് ഒരു ദിവസം, നമുക്ക് 10 ദിവസത്തെ ഓണം ഉണ്ടല്ലോ, ഒരു ദിവസം എന്തായാലും അവൽ പായസം ഉണ്ടാക്കി നോക്കും. എന്നിട്ട് പറയണം നല്ലതാണോ എന്ന്. കൈരളി ടിവിയിൽ അറിയിച്ചാൽ മതി. തിരുവോണപ്പുലരീതൻ തിരുമുൽ കാഴ്ച കാണാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി, തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി, ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച കാണാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി, തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി, ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഞങ്ങളുടെ ഓണാശംസകൾ.